ഗുഡ് ഈവനിങ്. കട്ടൻ ചായ 113 അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ലക്ഷ്മി വെൽക്കംസ് യു. നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾ തന്ന സബ്സ്ക്രൈബേഴ്സ് 2577 പേരായി. എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റസ് മേക്ക് എ ബ്ലാക്ക് ടീ. നമുക്കൊരു കട്ടൻ ചായ ഉണ്ടാക്കാം. ഇൻഗ്രീഡിയൻസ് വേണ്ടത്: ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, മധുരം, വെള്ളം. വി ക്യാൻ സ്റ്റാർട്ട് ദ വർക്ക്. ടീക്ക് വുഡ് പെക്കർ തന്ന കട്ടിംഗ് ബോർഡിൻ്റെ പുറത്താണ് എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യം കാണുന്നത് ചെരുവനാണ്, വെള്ളമെടുക്കാനുള്ള പാത്രം. ഇപ്പം വെള്ളമാണ്, 2 ഗ്ലാസ് വെള്ളമുണ്ടത്. അടുത്ത ഐറ്റം തേയില, ലിപ്റ്റൺ ഡാർജിലിംഗ് കമ്പനിയുടെ തേയില, ഒരു കുഞ്ഞ് സ്പൂൺ മതി. പിന്നെ ഇഞ്ചി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നു ചെറിയ പാത്രത്തിൽ. കറുവാപ്പട്ട, ഏലക്കായാണ് അടുത്തത്, അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. സ്വീറ്റ്നറാണ് ഇപ്പോൾ കാണുന്നത്, മധുരം. പഞ്ചസാരയ്ക്ക് പകരമുള്ള സാധനമാണ്. അതിൻ്റെ 2 ഗുളിക ഇട്ട് കഴിഞ്ഞാൽ 2 സ്പൂൺ പഞ്ചസാരയ്ക്ക് തുല്യമാണ്. നമ്മൾ അടുപ്പിലേക്ക് പാത്രം എടുത്ത് വയ്ക്കുന്ന ആ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അതിനായിട്ട് ആദ്യമായിട്ട് പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുന്നു. 2 ഗ്ലാസ് വെള്ളം പാത്രത്തിലുണ്ട്. അതിന് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് കുക്കർ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് 60 മിനിറ്റ് നേരത്തേക്കുള്ള സെറ്റിങ്ങിലിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ പുറകെ നമുക്ക് ഇഞ്ചിയും കറുവാപ്പട്ടയും ഏലക്കായും ഈ 3 സാധനം ഇടണം. അത് അത് ഇട്ടതിന് ശേഷം അതിൻ്റെ വെള്ളം തിളയ്ക്കുന്നത് വരെ 2 മിനിറ്റ് സമയമുണ്ട്. അതിൽ നിങ്ങളോട് അത്യാവശ്യമായിട്ടും 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യമായിട്ട് പറയാനുള്ളത് സബ്സ്ക്രിപ്ഷനെ കുറിച്ചാണ്. അതായത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെക്കുറിച്ചല്ല. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, എനിക്കറിയാം നിങ്ങളെല്ലാവരും ചെയ്യുന്നു, എനിക്കറിയാം. എൻ്റെ ചാനൽ പോട്ടെ, അത് നിങ്ങളുടെ ചാനൽ, അതായത് നിങ്ങൾ ഈ പ്രോഗ്രാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന പക്ഷം, പുതിയ യൂട്യൂബേഴ്സിനോടാണ് പറയുന്നത്, ക്രിയേറ്റേഴ്സ്, അതായത് വെറും കാഴ്ചക്കാരല്ല, കാഴ്ചക്കാരോട് പറയേണ്ട, അവർക്ക് സബ്സ്ക്രിപ്ഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സ്, അതായത് 1K താഴെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവരോടാണ് പറയുന്നത്. എൻ്റെ സബ്സ്ക്രിപ്ഷൻ തരാൻ ഞാൻ തയ്യാറാണ്. അതിന് ഈ കാണുന്ന ഒരു ഇമോജി ഉണ്ടല്ലോ, അതായത് ആ ഹാർട്ടിൻ്റെ ഒക്കെ ആ ഷേപ്പ്, ആ ഏതെങ്കിലും ഒരു ഷേപ്പിലുള്ള ഒരു ഇമോജി എൻ്റെ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലിട്ടാൽ നിങ്ങളുടെ കാര്യം ഞാനത് ചെയ്യും. അതിന് പ്രത്യേകിച്ച് എന്നോട് പറയേണ്ട കാര്യമില്ല. ഇതെൻ്റെ ഒരു കോഡാണ്. അതായത് എന്നെ ഒന്ന് കൂട്ടാക്കാമോ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു ഇമോജി ഇടുക. ഒറ്റ കാര്യം മതി. നിങ്ങളുടെ ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഒരെണ്ണം കൂടിയിരിക്കും, എൻ്റെ മാത്രം കേട്ടോ, മറ്റുള്ളവരുടെ എനിക്ക് ചെയ്യാൻ പറ്റിയല്ല. അപ്പം അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സെക്കൻഡ് കാര്യം, ഞാൻ എന്തിനാണ് എന്നും ഈ ചായ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്? ഞാൻ ചായക്കടക്കാരനാണ്. ഇതൊരു പ്രാർത്ഥനയുടെ ഭാഗമാണ്. എല്ലാ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? അപ്പം ബൈബിൾ എടുത്ത് നമ്മൾ ഇതിനകത്ത് ഒരു ദിവസത്തേക്ക് കുറച്ച് വചനം വായിക്കുന്നു. അതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത. അപ്പം വചനം വായിക്കുന്നവർക്കും വചനം കേൾക്കുന്നവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഞാൻ പറയുന്നു, ഈ പ്രോഗ്രാമിലൂടെ എനിക്ക് ദൈവാനുഗ്രഹം കിട്ടുന്നുണ്ട്. അതാണ് എൻ്റെ സബ്സ്ക്രിപ്ഷൻ എല്ലാ ദിവസവും കൂടി വരുന്നതിൻ്റെ കാര്യം. അതാണ് അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, അത് ദൈവാനുഗ്രഹത്തിൻ്റെ അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനത് എല്ലാ ദിവസവും കാണിക്കുന്നത്. അപ്പം നമ്മുടെ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ അതിന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ തേയില ഇട്ടു. അപ്പം വെള്ളം തിളച്ചതിന് ശേഷം തേയില ഇടുക എന്നുള്ളതാണ് ഈ ചായപ്പൊടിയുടെ പ്രത്യേകത. ഇനി അതിന് കുറച്ച് സമയം നമ്മൾ വെച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം, അതായത് അതിന് കണക്കുണ്ട്. ലൈറ്റായിട്ടിരിക്കണമെങ്കിൽ 2 മിനിറ്റ്, മീഡിയമായിട്ടിരിക്കണമെങ്കിൽ 3 മിനിറ്റ്, ഡാർക്കായിട്ടിരിക്കണമെങ്കിൽ 5 മിനിറ്റ്. അതിന് ശേഷമാണ് നമ്മൾ അരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മീഡിയം കളറിന് വേണ്ടിയിട്ടുള്ളതാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് അരിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് മധുരം വേണമല്ലോ. മധുരത്തിന് വേണ്ടിയിട്ട് ആ പെല്ലറ്റ്, അതായത് ആ ഷുഗർ ഫ്രീ പെല്ലറ്റ്, ഷുഗർ ഫ്രീ സ്വീറ്റ്നർ, അത് 2 എണ്ണം ഇട്ടു. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി നമ്മൾ ശരിക്ക് ഇളകിയ സ്ഥിതിക്ക് കപ്പിലേക്ക് പകർന്നെടുക്കണം. കപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ കപ്പ് വെച്ചിരുന്നു. അതിലേക്ക് നമ്മൾ ഒഴിക്കുന്നു. 1 കപ്പ് ചായ പകർന്നെടുത്തു.
1 കപ്പ് ചായ നമ്മൾ വേറെ നമ്മുടെ ഒരു ഗസ്റ്റിന് കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ കപ്പ് ചായ നമ്മുടെ ടേബിളിലേക്ക് നമ്മൾ മാറ്റി. ടേബിളിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടുള്ള സ്ഥലമാണ്. വചനം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ വളരെ ആദരവോടുകൂടി ബൈബിൾ എടുത്തുകൊണ്ട് വരുന്നു. ആദരവ് എന്ന് പറയുന്ന വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ ഗ്രന്ഥങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ആദരവ്, ഭക്തി ഇവ ആവശ്യമാണ്. അതുകൊണ്ട് ആദരവോടുകൂടി തന്നെ ഞാൻ ബൈബിൾ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഈ ബൈബിളിലേക്ക് നമുക്ക് വായിക്കുന്നതിന് വേണ്ടി വചനം കിട്ടുന്നത് ഫാദർ മാത്യു വയലാമണ്ണിലച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിന്നാണ്. അത് ഇന്നത്തെ പ്രോഗ്രാം അനുസരിച്ച് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 35, 36, 37, 38, 39 വാക്യങ്ങളാണ്. ഞാനത് ബൈബിൾ തുറന്ന് അത് എടുത്തു വച്ചിരിക്കുന്നു. അത് വായിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഞാനത് നോക്കി വായിക്കാം. മർക്കോസ് അധ്യായം 4. കടലിനെ ശാന്തമാക്കുന്നു. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. വചനം ഇവിടെ തീർന്നു. കർത്താവ് ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദ പ്രോഗ്രാം. ശുഭം.